ഈ ഒരു വീഡിയോ കാണുന്നത് അടുത്ത വർഷം നീറ്റ് 2026 എഴുതാൻ പോകുന്ന കുട്ടികളായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ NCERT ബയോളജി എങ്ങനെയാണ് വായിക്കേണ്ടത്, അപ്പോൾ എന്തിനാണ് മിസ് ഈ ഒരു വർഷത്തേക്ക് ഇപ്പം NCERT ബയോളജി എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നതെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണേ. ഇതിന് കാരണം മറ്റൊന്നുമല്ല, ഇപ്പം നമ്മുടെ നീറ്റ് 2025 കഴിഞ്ഞു. അപ്പോൾ നീറ്റ് 2025 കഴിഞ്ഞപ്പം പല പ്രശ്നങ്ങളും പലരും പറഞ്ഞു അല്ലേ, നല്ല ടഫായിരുന്നു പേപ്പർ. ബയോളജിയുടെ കാര്യത്തിലേക്ക് വരുമ്പം ക്വസ്റ്റ്യൻസ് ഭയങ്കര ലെങ്തി ആയിരുന്നു. വേറൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങൾ, അതുപോലെ തന്നെ യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്തുള്ള കുറച്ച് സയൻറ്റിസ്റ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പം ആ കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ നമ്മളുടെ ഈ ചാപ്റ്ററിൽ ഇപ്പോൾ മിസ് തുടക്കത്തിൽ വെച്ചിട്ടുള്ളത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിലുള്ള ഭാഗം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഫസ്റ്റ് യൂണിറ്റിലുള്ള ഈ ഒരു ഇൻട്രൊഡക്ഷൻ, ഓക്കെ, നമ്മൾ വിചാരിക്കാം ഇൻട്രൊഡക്ഷൻ അല്ലേ, നമ്മൾ ആരും തന്നെ ഇത് നോട്ട് ചെയ്യുന്നുണ്ടാവില്ല അല്ലേ. ഈ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എൻ്റെ കുട്ടികൾ വായിക്കാം. ഇത് ഒരു ചാപ്റ്ററിൽ നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി വെച്ചതാണ് എന്നായിരിക്കും നമ്മൾ പലരും കരുതിയിട്ടുണ്ടാവുക. പക്ഷേ ഇവിടെ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഓരോ യൂണിറ്റിൻ്റെയും സ്റ്റാർട്ടിങ്ങിൽ ഒരു സയൻറ്റിസ്റ്റിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ വിചാരിക്കും അല്ലേ, തുടക്കത്തിൽ നമുക്ക് ഇവരുമായിട്ട് ഈ ചാപ്റ്ററിന് യാതൊരു ബന്ധവും ഇല്ലല്ലോ. പക്ഷേ ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഇത്തവണത്തെ നീറ്റിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇൻട്രൊഡക്ഷൻ പോർഷൻ എന്തായാലും വായിച്ചിരിക്കണം. നിങ്ങൾ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങളെല്ലാവരും +2-ലായിരിക്കും. അപ്പോൾ +1 ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. +1 ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും നമ്മൾ എന്തായാലും നീറ്റിന് വേണ്ടിയിട്ട് ബയോളജി ടെക്സ്റ്റ് ബുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് വായിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെ വായിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളുടെ +1 ചാപ്റ്റേഴ്സിലെ ഈ ഇൻട്രൊഡക്ഷൻ പോർഷനും അതുകൂടാതെ നമ്മുടെ യൂണിറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള ഈ ഇൻട്രൊഡക്ഷൻ പോർഷനും മസ്റ്റായിട്ട് വായിക്കാം. ഓക്കെ, അത് വായിക്കാം. പിന്നെ കാര്യങ്ങൾ വായിക്കണമെന്നുള്ളത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എല്ലാവരും മിസ് ഔട്ട് ചെയ്യുന്ന ലാസ്റ്റത്തെ ഒരു കാര്യമാണ് ഈ ഒരു സമ്മറി. ഓക്കെ, സമ്മറി എന്തായാലും വായിക്കാം. ഇത് അഡീഷണൽ ആയിട്ട് പറയാൻ കാരണം എല്ലാവരും ചാപ്റ്ററാണ് വായിച്ചു പോകുന്നത്. പക്ഷേ ഇത്തവണത്തെ നീറ്റ് 2025 കാര്യങ്ങൾ നേരെ തിരിച്ചായിരുന്നു. അപ്പോൾ ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ, യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ സമ്മറി, ഇതെല്ലാം നമ്മളുടെ ചാപ്റ്ററിൽ വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചില ഡയഗ്രാംസ് നോക്കിക്കഴിഞ്ഞാൽ ആ ഡയഗ്രാംസിൻ്റെ ബേസിലായിട്ട് കുറച്ച് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഈ ഡിസ്ക്രിപ്ഷൻ ഇതൊക്കെ നിങ്ങൾക്ക് എന്താണെന്ന് അറിയുന്നുണ്ടാകും. പക്ഷേ ചില കാര്യങ്ങളെങ്കിലും നമ്മൾ മിസ് ഔട്ട് ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുക, ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ NCERT മാത്രം പഠിച്ചാൽ മതി എന്ന് പറയാറുണ്ട്. ആ NCERT മാത്രത്തിൻ്റെ അകത്ത് നമ്മൾ ഈ ഇൻട്രൊഡക്ഷനും യൂണിറ്റിൻ്റെ ഇൻട്രൊഡക്ഷനും സമ്മറിയും ഇൻക്ലൂഡ് ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി എൻ്റെ മക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ രീതിയിൽ നിങ്ങളെ പ്രിപ്പറേഷൻസ് സ്ട്രോങ് ആക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ഇനി നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെയാണ് പഠിക്കാൻ താല്പര്യം, ഇതൊക്കെ കവർ ചെയ്ത് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ വേദ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓക്കെ, അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള മക്കളാണെങ്കിൽ അടിപൊളിയായിട്ട് ഇതൊക്കെ കവർ ചെയ്ത് പഠിക്കാം. ഇനി താല്പര്യമുള്ള മക്കൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്.